നമസ്കാരം. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട്. വാർത്തകൾ വായിക്കുന്നത് ബാലൻ കെ നായർ. ആദ്യമായി പ്രധാന വാർത്തകൾ. ₹1 നിരക്കിൽ അരി തരാൻ മനസ്സില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. മലപ്പുറം ജില്ലയിൽ ഇന്നലെ കനത്ത കൂനിവെട്ടി. വൻ മദ്യമയക്കുമരുന്ന് വേട്ട മലപ്പുറം ജില്ലയിൽ. മുസ്ലിം ലീഗിൽ വൻ അഴിച്ചുപണിയെന്ന് കുഞ്ഞാലിക്കുട്ടി. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഡീസൽ വില വർധനയിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാല പണിമുടക്കുന്ന ടാക്സി ഓട്ടോ ഡ്രൈവർമാർ. മലപ്പുറം ജില്ലയിലെ മയിലാടിക്കടുത്ത് ഒരു കുട്ടിയുടെ രക്തം കുടിച്ച ഓന്തിനെ പിടികൂടി. വാർത്തകൾ വിശദമായി. മലപ്പുറം ജില്ലയിൽ ഇന്നലെയുണ്ടായ കനത്ത ഇടിയിൽ ഇന്ന് രാവിലെ കൂൻ പൊടിഞ്ഞു. മത്തിക്കും അയിലയ്ക്കും വില കൂടിയത് കൊണ്ട് കൂൻ പറിച്ച് കറി വെക്കാൻ മലപ്പുറം കൃഷി ഓഫീസർ ആഹ്വാനം ചെയ്തു. വയനാട്, മലപ്പുറം, കോട്ടയം എന്നീ ജില്ലകൾ ഒഴിച്ച് മറ്റു ജില്ലകളിലുള്ളവർക്ക് ₹1 നിരക്കിൽ അരി തരാൻ മനസ്സില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇന്നലെ കോട്ടയത്ത് പറഞ്ഞു. കോട്ടയം ഭാര്യ വീട്ടിൽ സൽക്കാരത്തിന് വന്നതായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗിൽ വൻ അഴിച്ചുപണിയെന്ന് കുഞ്ഞാലിക്കുട്ടി. പാർട്ടി ചിഹ്നമായ കോണിയുടെ മുകളിലെ അടിയിൽ ചിതലരിച്ച നിലയിൽ ഇന്നലെ കോഴിക്കോട് ലീഗ് ഹൗസിൽ കാണപ്പെട്ടതിനെ തുടർന്ന് ചിതലരിച്ച അഴികൾ അഴിച്ചുപണിയുമെന്ന് കുഞ്ഞാലിക്കുട്ടി ഇന്നലെ വാർത്താലേഖകരോട് പറഞ്ഞു. ഇന്ത്യയിൽ അടിക്കിടെ ഉണ്ടാകുന്ന ഡീസൽ വില വർധനയിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്ന് അറവങ്കര ഓട്ടോ യൂണിയൻ നേതാവ് അണ്ണൻ കബീർ പറഞ്ഞു. ഡീസൽ വില നിശ്ചയിക്കാനുള്ള അവകാശം ഓയിൽ കമ്പനി ഉടമകൾക്ക് നൽകിയ സർക്കാർ ഓട്ടോ ചാർജ് കൂട്ടാനുള്ള അവകാശം ഓട്ടോക്കാർക്ക് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇല്ലാത്ത പക്ഷം അണ്ണാ ഹസാരയുമായി വൻ പ്രതിഷേധ റാലി ഡൽഹിയിൽ നടത്തുമെന്ന് അണ്ണൻ കബീർ പറഞ്ഞു. അബുവിന്റെ ഹോട്ടലിൽ ചായ കുടിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറത്ത് മയിലാടിക്കടുത്ത് ബസ് കാത്തുനിന്ന ഒരു ബാലന്റെ ചോര കുടിക്കാൻ ശ്രമിച്ച ഓന്തിനെ നാട്ടുകാർ പിടികൂടി. 200 ഗ്രാം തൂക്കമുണ്ടായിരുന്നു ഓന്തിന്. കുട്ടിയുടെ പുക്കിളിലൂടെ ചോര വലിച്ചു കുടിക്കാൻ ശ്രമിച്ച ഓന്തിനെ വനപാലകരും നാട്ടുകാരും ചേർന്ന് മിനിയൂട്ടി വനത്തിൽ ഉപേക്ഷിച്ചു. ഇങ്ങനത്തെ ഓന്തിനെ കണ്ടാൽ കുട്ടികൾ പുക്കിൽ പൊത്തി വെക്കണമെന്ന് ജില്ലാ കലക്ടർ ആഹ്വാനം ചെയ്തു. അരിമ്പ്ര മിനിയൂട്ടി ഹൈവേയിൽ വൻ വിദേശ മദ്യം പിടികൂടി. ഓട്ടോ ഡ്രൈവർ പാണ്ഡൻ ബ്രയുടെ ഓട്ടോയിൽ നിന്നാണ് 2000 ലിറ്റർ വിദേശ മദ്യം പിടികൂടിയത്. തെളിവെടുപ്പിനായി ഇന്നലെ പാണ്ഡനെ നാളെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുമെന്ന് എക്സൈസ് ഓഫീസർ അറിയിച്ചു. ഇല്ലിയംപറമ്പ് ലക്ഷം വീട് അംഗൻവാടിയിലെ വിദ്യാർത്ഥികൾ മൂത്രമയിച്ച് ജലസംഭരണി നിറച്ച് മാതൃക കാണിച്ചു. ഈ കുട്ടികൾക്ക് ദിവസവും ഓരോ കോഴിമുട്ട പുഴുങ്ങിക്കൊടുക്കാൻ അംഗൻവാടി ജീവനക്കാരോട് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ അബ്ദുൾ റബ്ബ് അറിയിച്ചു. മലപ്പുറം ജില്ലയിലെ 1000 തൊഴിൽ രഹിതരായ